ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചിക്കൻ ഷവായി ഉണ്ടാക്കിയാലോ? അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2 കിലോ ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട്. അതിനേക്ക് വേണ്ടി ഉള്ളിയാണ് കേട്ടോ, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, തക്കാളി 2 എണ്ണം, പിന്നെ മല്ലിയിലയും ചേർത്തു. പിന്നെ അതിലേക്ക് ഒരു 5 വറ്റൽമുളക് ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് മല്ലിപ്പൊടി, മുളക് പൊടി ഇടില്ല, മുളക് പൊടിയാക്കി പകരമാണ് മുളക് ഇട്ടത്. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാല, പിന്നെ ഇച്ചിരി വിനാഗിരി, പിന്നെ എൻ്റെ പേർക്ക് കുറച്ച് കശുവണ്ടി. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കട്ടെ. അങ്ങനെ എല്ലാം നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ എടുത്തിട്ട് വരഞ്ഞങ്ങട് എടുത്ത് ഒന്ന് ഇതിലേക്ക് വെച്ചു കൊടുക്കാം, പാത്രത്തിലേക്ക് വെച്ചു കൊടുത്തിട്ട് ആ അരച്ച് വെച്ചിരിക്കുന്ന മസാല അങ്ങോട്ട് ചേർത്ത് ഇനി മിക്സ് ചെയ്യുക. അങ്ങനെ എല്ലാത്തിലും നന്നായിട്ട് അങ്ങോട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് 3 മണിക്കൂർ അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ച്, അത് കഴിഞ്ഞ് ഞാൻ കുക്കറിലേക്ക് ഇട്ട് 2 വിസിലടുപ്പിച്ചെടുക്കട്ടെ. അങ്ങനെ ഞാൻ ഇൻഡക്ഷൻ കുക്കറിലേക്കാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ അത് 2 വിസിൽ കേട്ടപ്പോഴേക്കും അത് ഓഫ് ചെയ്ത് വെച്ച്, അത് പിന്നെ ഒന്ന് ആറിയതിന് ശേഷം അതിൻ്റെ അകത്തുനിന്ന് ഈ ചിക്കനൊക്കെ ഒന്നെടുത്ത് ഒരു ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ഒഴിച്ച് അതിലേക്ക് ഞാൻ വേപ്പില ഇട്ട് കേട്ടോ, ചിക്കൻ ഒന്ന് അതിലെ ഫ്ലേവറും കൂടെ പിടിക്കുമല്ലോ എന്ന് പറഞ്ഞാണ്. അങ്ങനെ അതിലേക്ക് എല്ലാം അങ്ങനെ പെറുക്കി വെച്ച് 2 ട്രിപ്പായിട്ടാണ് കേട്ടോ ഞാൻ വറുത്തൊക്കെ എടുത്തിട്ട്. അങ്ങനെ ലാസ്റ്റ് ആ എല്ലാം വറുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് അതിനകത്ത് ഈ വേപ്പില എല്ലാം ഒന്ന് വടിച്ചൊക്കെ മാറ്റണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ആ വേവിച്ച ഗ്രേവി ഉണ്ടല്ലോ, ഗ്രേവി വെള്ളം അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അതൊഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് കുറുകി വരുമ്പോഴേക്കും ആ ഇതൊക്കെ തെളിഞ്ഞ് നല്ല ഭംഗിക്ക് ഇങ്ങനെ വരും. അപ്പോഴേക്കും നമുക്ക് ആ ചിക്കൻ വറുത്ത് വെച്ചേക്കണം എല്ലാം അങ്ങോട്ട് പെറുക്കി അങ്ങോട്ട് വെച്ചു കൊടുക്കണം. അങ്ങനെ അതിൽ കിടന്നും കൂടെ ഒന്ന് ഇതായി വരുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഷവായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പൊറോട്ട എന്തെങ്കിലുമൊക്കെ കൂട്ടി അങ്ങോട്ടൊന്ന് ഒരു പിടി പിടിക്കും. അങ്ങനെ ഞാൻ മോന് കൊടുത്ത് അവൻ കഴിക്കാനായിട്ട് റെഡി ആയിരുന്നു. അവൻ ഏതായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ ഇതേപോലെ നിങ്ങളുമൊക്കെ ഒന്ന് നോക്കണേ, ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. ഇത് ചിക്കനില് ആ ഗ്രേവി ചിക്കനും കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നപ്പോൾ തന്നെ എന്തൊരു ടേസ്റ്റ് ആണെന്നറിയാമോ. ആ ഗ്രേവിക്കും ചിക്കനും കൂടെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച്. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. ഇനി ടാറ്റാ.